ഞാൻ സുധാകരനോട് ദീർഘമായി സംസാരിച്ചു. കണ്ണൂർ ജില്ലയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ജീവൻ പണയപ്പെടുത്തി പോരാടിയ ആളാണ് സുധാകരൻ. അതുകൊണ്ട് ഒരിക്കലൊരു മൂന്നാമത് ഭരണം അവർക്കുണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പാർട്ടിയുടെ തീരുമാനം അനുസരിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. അദ്ദേഹത്തിന് സീറ്റ് കിട്ടുമോ കണ്ണൂർ തന്നെ? ഞാൻ പറഞ്ഞാലല്ലേ ഞാൻ പറഞ്ഞത്, എന്ത് പ്രയാസമുണ്ടെങ്കിലും അവിടെ ജീവൻ പണയപ്പെടുത്തി മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായി പോരാടിയ സുധാകരൻ ഒരു മൂന്നാം മാർക്സിസ്റ്റ് ഭരണം ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ പ്രയാസമുണ്ടെങ്കിലും അത് സഹിച്ചുകൊണ്ട് പാർട്ടി നിലക്കാൻ തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിച്ചത്. ഷുഐബും സജിത് ലാലും ലോനാപ്പിയും ബെന്നിയും ദാസനും വസന്തനും തൊട്ട് കണ്ണൂരിൽ മാത്രം എത്രയോ മനുഷ്യർ കോൺഗ്രസിന്റെ മൂവർണ്ണക്കൊടി പിടിച്ചതിൻ്റെ പേരിൽ രക്തം തേവി ജീവൻ വെടിഞ്ഞാണ് ഈ പ്രസ്ഥാനത്തിന് ജീവൻ നൽകിയത്. കണ്ണൂരിലെ ആ രക്തസാക്ഷികളുടെ നേതാവാണ് പ്രിയപ്പെട്ട സുധാകരേട്ടൻ. ആ രക്തസാക്ഷികളുടെ മാത്രമല്ല, കേരളത്തിലെ ഉശിരുള്ള പ്രവർത്തകരുടെ ഊർജമാണ് നിങ്ങൾ. കണ്ണൂർ MLA എന്നല്ല, കേരള മുഖ്യമന്ത്രി എന്നതുപോലും കേവലം പദവികൾ മാത്രമാണ്. അതിലൊക്കെ എത്രയോ വലുപ്പമുള്ള സ്ഥാനത്താണ് പ്രിയപ്പെട്ട KS നിങ്ങൾ ഇന്നിരിക്കുന്നത്. പേരിന് പിന്നിലുള്ള അക്ഷരങ്ങൾ അല്ലല്ലോ ഒരു രാഷ്ട്രീയക്കാരൻ്റെ പദവി. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ടല്ലോ KS നിങ്ങൾക്കറിയാൻ. രാഹുൽ മാങ്കൂട്ടത്തിലെ ഫേസ്ബുക്ക് കുറിപ്പ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പേരിന് പിന്നിലുള്ള അക്ഷരങ്ങളല്ലല്ലോ ഒരു രാഷ്ട്രീയക്കാരൻ്റെ പദവി. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, നിങ്ങൾക്കറിയാൻ മിസ്റ്റർ KS എന്നാണ് രാഹുലിൻ്റെ ചോദ്യം. തീരുന്നില്ല, അത് തീർത്ത് വായിച്ചു കഴിഞ്ഞിട്ട് ബാക്കി പറയാം. ജീവൻ വേണേൽ തന്നേക്കാം എന്ന് പ്രവർത്തകർ താങ്കൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചത് ആലങ്കാരികമല്ലല്ലോ, ഇത് അർത്ഥവത്തായതല്ലേ? ഒരു പദവിയും ഇല്ലാതെ ഒരു മൂവർണ്ണക്കൊടിയും പിടിച്ച് KS നിങ്ങൾ കാസർഗോഡ് നിന്ന് ഒറ്റയ്ക്ക് യാത്ര തിരിച്ചാൽ ആ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഒരു ജനസാഗരമാകും. നിങ്ങൾക്ക് പ്രാണൻ പകുത്തു നൽകിയ പ്രവർത്തകരെ നിങ്ങൾക്ക് അറിയില്ലേ KS? നിങ്ങൾക്കറിയില്ലേ? അതൊക്കെയും പക്ഷേ കോൺഗ്രസ്സുകാരനായ ഞങ്ങളുടെ സുധാകരേട്ടനോടുള്ള സ്നേഹമാണ്. അങ്ങനെ ജീവന് തുല്യം അങ്ങയെ സ്നേഹിക്കുന്ന ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരെ അങ്ങ് സങ്കടപ്പെടുത്തരുത്. വളരെ കൃത്യമാണ്, നിലപാട് കൃത്യമാണ്. നിങ്ങളെ ഫാനുകാരുമെന്നും രാഹുലിനെ സ്നേഹിക്കുന്നവരെന്നും രാഹുലിൻ്റെ മൂട്ടിൽ കത്തിക്കുന്നവരെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ മനസ്സിലായിക്കോ, നിലപാട് എന്താണെന്ന് ഇവിടെ മനസ്സിലായിക്കോ. ഒന്നുകൂടി വായിക്കാം. അതൊക്കെയും പക്ഷേ കോൺഗ്രസ്സുകാരനായ ഞങ്ങളുടെ സുധാകരേട്ടനോടുള്ള സ്നേഹമാണ്. അങ്ങനെ ജീവന് തുല്യം അങ്ങയെ സ്നേഹിക്കുന്ന ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരെ അങ്ങ് നിരാശപ്പെടുത്തരുത്, സങ്കടപ്പെടുത്തരുത്. അങ്ങേക്കെതിരെ പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സാധാരണക്കാരൻ്റെ അങ്ങേക്കെതിരെ പ്രവർത്തിക്കേണ്ടി വരുന്ന, ആർക്കെതിരെ പ്രവർത്തിക്കേണ്ടി വരുന്ന? സുധാകരനെതിരെ പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സാധാരണക്കാരൻ്റെ, ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചാൽ തന്നെ ഈ വാർത്തകളിൽ കേൾക്കുന്നതൊക്കെ കള്ളമാണെന്ന് അങ്ങേക്ക് പറയേണ്ടി വരും. വളരെ കൃത്യമല്ലേ സഹോദരങ്ങളെ നിലപാട്? ആദ്യം സുധാകരൻ ആരാണെന്ന് വരച്ചു വെച്ചു. സുധാകരൻ കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ ആരാണെന്ന് വരച്ചു വെച്ചു. കണ്ണൂരിലെ കോൺഗ്രസ്സുകാർക്ക് സുധാകരൻ ആരാണെന്ന് വളരെ കൃത്യമാക്കി ക്ലിയറാക്കി വരച്ച് വെച്ചതിന് ശേഷം സുധാകരനോട് പറയുന്നു, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ അത്രയും വലിയ നേതാവല്ലേ. ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകര് അവരെ സങ്കടപ്പെടുത്തരുത്, അവരെ നിരാശപ്പെടുത്തരുത്. അവര് നിങ്ങൾക്കെതിരെ, നിങ്ങൾക്ക് ജീവൻ വേണേൽ ജീവൻ നൽകാമെന്ന് വിളിച്ച കോൺഗ്രസ് പ്രവർത്തകര് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത് എന്ന് സുധാകരനോട് വളരെ കൃത്യമായി പറഞ്ഞു വെക്കുകയായ രാഹുൽ മാങ്കൂട്ടം. എന്താ പറയുന്നത്? പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തണമെന്നോ? അല്ല. പാർട്ടിയുടെ കാല് പിടിച്ച് വലിച്ച് തലയിലടിക്കണമെന്നോ? അല്ല. പിന്നെ എന്താ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു വെക്കുന്നത്? അതാണ് ഞാൻ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ സ്നേഹിക്കാൻ എനിക്കൊരുപാട് കാര്യങ്ങളൊന്നുമില്ല. ഒരൊറ്റ കാരണം മാത്രമേ എനിക്കുള്ളൂ, അയാൾ കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ് എന്നുള്ളത്. ഒരൊറ്റ കാരണം. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് രാഹുലിനെ സ്നേഹിക്കുന്നത്. ഇവിടെ രാഹുൽ ഇല്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല.
രാഹുൽ ഇല്ലെങ്കിൽ BJP ജയിക്കും, രാഹുൽ ഇല്ലെങ്കിൽ ഞങ്ങൾ അവർക്ക് ചെയ്യും, രാഹുൽ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവർക്ക് ചെയ്യും. നിങ്ങളെ പോയി ഉണ്ടാക്കണോ? നിങ്ങള് അയാള് കറകളഞ്ഞൊരു പാർട്ടി പ്രവർത്തകനാണ്. അയാൾ പറഞ്ഞു വെക്കുന്ന വാക്കുകള് നിങ്ങളും പിണറായി വിജയന്റെ അടിമകളെ പോലെ തീട്ടമാണോ തിന്നുന്നത്? ആണോ? ആണോ? നിങ്ങളെ രാഹുലിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന നിങ്ങള് അയാൾ പറയുന്ന നിലപാടിനൊക്കെ ഒപ്പം നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് സ്നേഹമാണോ നിങ്ങൾക്കുള്ളത്? ഞാൻ ആ കുറിപ്പൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി ഞാൻ പറയാം. കണ്ണൂരിൽ അങ്ങാണ് സ്ഥാനാർത്ഥി എന്ന് നേതൃത്വം പ്രഖ്യാപിച്ചാൽ ആഹ്ലാദത്തോടെ ഞങ്ങൾ അത് ഏറ്റെടുക്കും. അത് അല്ലെങ്കിൽ അങ്ങ് നയിക്കണം, കണ്ണൂരിനെ മാത്രമല്ല കേരളത്തിലെ പ്രവർത്തകർ. ഒന്നുകൂടി ഞാൻ വായിക്കാം. കണ്ണൂരിൽ അങ്ങാണ് സ്ഥാനാർത്ഥി എന്ന് നേതൃത്വം പ്രഖ്യാപിച്ചാൽ ആഹ്ലാദത്തോടെ ഞങ്ങൾ അത് ഏറ്റെടുക്കും. ആര് പ്രഖ്യാപിച്ചാൽ? നേതൃത്വം പ്രഖ്യാപിച്ചാൽ. അതല്ലെങ്കിൽ അങ്ങ് നയിക്കണം, കണ്ണൂരിനെ മാത്രമല്ല കേരളത്തിലെ പ്രവർത്തകരെ. അങ്ങ് കേരളം മുഴുവൻ നടന്ന് പ്രസംഗിച്ച് പ്രവർത്തകരെ ആവേശപ്പെടുത്തണം. എന്താ പറയുന്നത്? രാഹുൽ പറയുന്ന സെന്റൻസുകൾ, അയാളുടെ നിലപാട് നോക്കണോ. രാഹുൽ ഇല്ലെങ്കിൽ ഞങ്ങൾ BJPക്ക് ചെയ്യും, രാഹുൽ ഇല്ലെങ്കിൽ BJP ഉണ്ടാക്കും, രാഹുൽ ഇല്ലെങ്കിൽ ആമന്മാരുണ്ടാക്കും എന്നൊക്കെ ഛർദിക്കുന്ന കുറെ പിണറായി വിജയന്റെ അടിമകള് മനസ്സിലായിക്കോ രാഹുലിന്റെ നിലപാടുകൾ എന്താണെന്ന്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഇതൊന്നും രാഹുലിനെ സ്നേഹിക്കുന്നവരല്ല. ഇതൊക്കെ രാഹുലിന്റെ പേരും പറഞ്ഞ് കാലിനിടയിൽ കോലിട്ട് തിരിക്കാൻ വന്നവരാണെന്ന് ഞാൻ എത്ര തവണ നിങ്ങളോട് പറഞ്ഞു. ഇതാ രാഹുലിന്റെ നിലപാട്. എന്ത് കൃത്യമായിട്ടാണ് അയാൾ പറഞ്ഞു വെക്കുന്നത്. എന്താണ് പറയുന്നത്? അത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നേതൃത്വം നിങ്ങളെ പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ അങ്ങ് നയിക്കണം. മിസ്റ്റർ സുധാകരൻ, നിങ്ങൾ നയിക്കണം. കണ്ണൂരിനെ മാത്രമല്ല കേരളത്തെ മുഴുവൻ അങ്ങ് നയിക്കണം. പ്രസംഗിച്ച് പ്രവർത്തകരെ ആവേശത്തിലേക്ക് എത്തിക്കണം. ഈ ദുർഭരണം നമുക്ക് വലിച്ചെറണം. ബ്രണ്ണൻ കോളേജിൽ വെച്ച് ചവിട്ടി താഴെ ഇട്ടതുപോലെ താഴെ ഇടണം. നിങ്ങളൊരു കാര്യാലോചിക്കേ, 140 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞിട്ടും സിറ്റിംഗ് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ സീറ്റില്ലാത്തതിൽ അയാൾക്കൊരു പരിഭവമില്ലെന്നേ, അയാൾക്കൊരു പരാതിയില്ലെന്നേ. ഇന്നും അയാൾ കോൺഗ്രസിന്റെ പ്രവർത്തകനായിട്ട്, പോരാളിയായിട്ട് മുന്നിൽ നിന്ന് നയിക്കുന്നു. പാർട്ടി പുറത്താക്കിയ വ്യക്തിയാണ് ഇതൊക്കെ പറയുന്നത് എന്നുള്ളത് ഓർക്കണം. രാഹുൽ ഇല്ലെങ്കിൽ ഞങ്ങളില്ല. നിങ്ങളൊക്കെ ആരാണോ? നിങ്ങള് ആരാണ്? ആരാണ് നിങ്ങള്? നിങ്ങള് പോയി BJPക്ക് ചെയ്യോ? ചെയ്യണോ? ചെയ്യ്. രാഹുൽ ഇല്ലെങ്കിൽ ഞങ്ങളില്ല. രാഹുൽ എവിടെയില്ലെങ്കിൽ എന്നാ നിങ്ങൾ പറയുന്നത്? അയാൾ ഈ കുറിപ്പ് പങ്കുവെച്ചിട്ട് ദിവസങ്ങളും മാസങ്ങളൊന്നും ആയിട്ടില്ല. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് അയാള് ഈ കുറിപ്പ് പങ്കുവെക്കുന്നത്. ഇത്ര കൃത്യമായിട്ട് പാർട്ടിയെ ഒരു നോക്കുകൊണ്ടോ അര വാക്കുകൊണ്ടോ നോവിക്കാൻ പോയിട്ട് ഒന്നിങ്ങനെ ആ പറയുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്നൊരു കാറ്റുണ്ടല്ലോ, ആ ഒരു ശ്വാസത്തിൽ പോലും പാർട്ടിയെ നോവിക്കാൻ ആഗ്രഹിക്കാത്തവന്റെ ഉറച്ച നിലപാടാണോ ഇത്? നിങ്ങൾ BJPക്ക് ചെയ്യോ? ചെയ്യടാ. നിങ്ങൾ പോയിട്ട് ഏതവനാ ചെയ്യണത്? ചെയ്. കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ. രാഹുൽ ഇല്ലെങ്കിൽ ഞങ്ങളില്ല, രാഹുൽ ഇല്ലെങ്കിൽ ഞങ്ങളില്ല. ഏത് രാഹുൽ ഇല്ലെങ്കിൽ? രാഹുൽ ഉണ്ടെന്നാ പറയുന്നത്. എവിടെ? പാർട്ടിക്കൊപ്പം, നേതൃത്വത്തിനൊപ്പം. ഇപ്പോഴും അയാൾ പറയുന്നത് കേട്ടില്ലേ? ആരോടാ പറയുന്നത്? കെ സുധാകരൻ എന്ന് പറയുന്ന മുതിർന്ന നേതാവിനോടാ പറയുന്നത്. നേതൃത്വം പറയുന്നത് അനുസരിക്കണമെന്ന്. ജീവൻ വേണമെങ്കിൽ ജീവൻ തരാമെന്ന് വിളിച്ചു പറഞ്ഞ അതേ പ്രവർത്തകരെ നിരാശപ്പെടുത്തരുത് എന്ന്, ആ പ്രവർത്തകരെ നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത് എന്ന് കെ സുധാകരനോട് രാഹുൽ മാങ്കൂട്ടം വിളിച്ചു പറയാ. എന്നിട്ട് കുറെ എണ്ണ രാവിലെ മുതൽ ഇറങ്ങിക്കോളും. രാഹുൽ ഇല്ലെങ്കിൽ ഞങ്ങളില്ല, രാഹുൽ ഇല്ലെങ്കിൽ ഞങ്ങൾ BJPക്ക് ചെയ്യും. ചെയ്യണോ? നിങ്ങൾ അങ്ങോട്ട് പോയി ചെയ്യ്. കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇത്രയും കൃത്യമായിട്ട്. ഇതാണ് ഞാൻ പറയുന്നത്. ആർക്കാ രാഹുലിനോട് സ്നേഹമുള്ളത്? ഈ പറയുന്ന പിണറായി വിജയനെ തീട്ടം നക്കുന്ന രാഹുൽ സ്നേഹികൾ എന്ന കപട ലേബലുമായി എത്തുന്നവർക്കാണോ രാഹുലിനോട് സ്നേഹമുള്ളത്? എന്ത് സ്നേഹം? എങ്ങനെയാ സ്നേഹിക്കുന്നത്? നമ്മളൊരു മനുഷ്യനെ എങ്ങനെയാ സ്നേഹിക്കുന്നത്?
അയാളുടെ അഭിപ്രായത്തിനൊപ്പം, അയാളുടെ ഇഷ്ടത്തിനൊപ്പം, അയാളുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കുക അല്ലേ? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ ഒരു സീറ്റ് നിശ്ചയിച്ചതിൻ്റെ പേരിൽ രാഹുൽ പാർട്ടിക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത്? എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത്? കമ എന്നൊരക്ഷരം മിണ്ടുന്നത് നിങ്ങൾ കണ്ടോ? കണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് രാഹുലിനെ സ്നേഹിക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് അയാൾക്കെതിരെ, അയാൾ പറഞ്ഞതിനെതിരെ, അയാൾ പ്രവർത്തിക്കുന്നതിനെതിരെ കൊടിയും പിടിച്ച് നടക്കാൻ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഒരു മുതിർന്ന നേതാവ് കെ സുധാകരനെ പോലും പറഞ്ഞു തിരുത്താൻ അയാൾ ശ്രമിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ അവസാനത്തെ ഒരു പാരഗ്രാഫ് കൂടിയുണ്ട്, അത് വായിച്ചിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി പറയാം. പദവികളല്ല പ്രവർത്തകരുടെ മനസ്സിലെ സ്ഥാനമാണ് വലുത്. രക്തസാക്ഷികളുടെ നേതാവിന് രക്തസാക്ഷികളെ വേദനിപ്പിക്കാനാവില്ല, തീർച്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് സുധാകരൻ്റെ ഒരു ചിത്രം കൂടി പങ്കുവെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടൻ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പാണ് രാഹുൽ ഈ ഒരു കുറിപ്പിട്ടിരിക്കുന്നത്. അതായത് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് പിന്നെ 2 കുറിപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടൻ പങ്കുവച്ചിട്ടുള്ളൂ. ഒന്ന്, തലശ്ശേരിയിലെ കാരായി രാജൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പ്. മറ്റൊരു കുറിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുധാകരനോട് പറഞ്ഞത് ജീവൻ വേണമെങ്കിൽ ജീവൻ തരാമെന്ന് പറയുന്ന പാർട്ടി പ്രവർത്തകർ, അത് വെറും വാക്കല്ല, അത് ആത്മാർത്ഥതയോടെയുള്ള പറച്ചിലാണ്. ആ പറച്ചിലിനെ നിങ്ങൾ നേരെ എതിർ ദിശയിലേക്കാക്കി മാറ്റരുത്. നിങ്ങളെ സ്നേഹിച്ച ആളുകളെ കൊണ്ട് നിങ്ങൾക്കെതിരായി പ്രവർത്തിപ്പിക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പാ. നേതൃത്വത്തെ അംഗീകരിക്കണം. നേതൃത്വം സ്ഥാനാർത്ഥിത്വം നൽകിയാൽ അത് അംഗീകരിക്കണം, ഇല്ലെങ്കിൽ മുന്നിൽ നിന്ന് പടപൊരുതാൻ കൂടെ നിൽക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടം തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഞാനിതിവിടെ വായിച്ചതും ഇതൊക്കെ പറഞ്ഞതും ചില ആളുകൾ എൻ്റെ കമൻറ്റ് ബോക്സിലാണെങ്കിലും ശരി, ഇനി അതല്ല മൊത്തം സോഷ്യൽ മീഡിയകളാണെങ്കിലും ശരി, വലിയ പ്രചരണ രാഹുൽ ഇല്ലെങ്കിൽ ഞങ്ങളില്ല. എന്ത് അണ്ണാക്കിലില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? രാഹുൽ എവിടെ ഇല്ലെങ്കിൽ എന്നാണ് നിങ്ങൾ പറയുന്നത്? അയാൾ പാർട്ടിക്ക് പുറത്ത് നിന്നിട്ടും പാർട്ടിയുടെ ഒരു 100% ക്രിസ്റ്റൽ ക്ലിയർ പ്രവർത്തകനെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പറയാ രാഹുൽ ഇല്ലെങ്കിൽ നിങ്ങളില്ലാന്നോ? എന്തോ അലക്കാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങളാണോ രാഹുലിനൊപ്പം? നിങ്ങളാണോ? വല്ലാത്തത് ഒപ്പമാണല്ലോ, മനസ്സിലാവുന്നില്ല. ഇത് ഒപ്പമാണോ അത് അയാളുടെ മൂലത്തിൽ കയറ്റാനുള്ള ഏർപ്പാടാണോ എന്നുള്ളത്.